ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തലുമായി NIA പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാറിൽ നിന്ന് കണ്ടെത്തിയത് 80 കിലോ സ്ഫോടക വസ്തുവാണ്. സ്റ്റെപ്പിനി ടയറിൽ അടക്കം മിലിറ്ററി ഗ്രേഡ് രാസവസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. കാറ് പുൽവാമ സ്വദേശിക്ക് വിറ്റ കാർ ഡീലർ സോനു അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. സിഗ്നലിന് പിൻവശത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ് NIA. വിജയ് സാഖറെയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. ശരത് ലാലുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, കാര്യങ്ങൾ ഏത് വിധേനയാണ് പോകുന്നത്? അന്വേഷണത്തിന് ഇപ്പോൾ 10 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് തന്നെ പോകുന്നു. മാത്രമല്ല 15ാമത്തെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏത് വിധേനയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ഇപ്പോൾ NIA പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെയാണ് പഹൽഗാം ആക്രമണത്തിൽ എങ്ങനെയാണോ NIA അന്വേഷണം നടത്തിയത് അതേ രീതിയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സംഘത്തലവൻ കേരള കാഡർ IPS ഉദ്യോഗസ്ഥരായ വിജയ് സാഖറെയാണ്. അദ്ദേഹത്തിന് കീഴിൽ 2 SP-മാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, ഉയർന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ പ്രധാനപ്പെട്ട ഈ അംഗങ്ങൾ. ഏതായാലും ഇപ്പോൾ NIA സംഘം അല്പം സമയം മുമ്പ് NIA സംഘം സംഭവഫലം സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്നാൽ കനോട്ട് പ്ലേസ് അതുപോലെ മയൂർ വിഹാറിലെ റോയുടെ ആസ്ഥാനം ഇവർ നേരത്തെ ലക്ഷ്യമിട്ടിരുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം 2 ദിവസം മുമ്പ് ഡോക്ടർ ഉമ്മർ ഈ മയൂർ വിഹാറിലെ റോയുടെ ആസ്ഥാനത്തിന് മുമ്പിലൂടെ കാർ നിരീക്ഷണം നടത്തുന്നതായ CCTV ദൃശ്യങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ കനോട്ട് പ്ലേസിൽ ഉമ്മർ നിരീക്ഷണം നടത്തുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യാദൃശ്യമായ ഒരു സ്ഫോടനമാണ് എന്നാണ് ഇപ്പോൾ NIA കണക്ക് കൂട്ടുന്നത്. കാരണം നേരത്തെ നടത്തിയ അല്ലെങ്കിൽ നേരത്തെ ഉമ്മറും കൂട്ടാളികളും നടത്തിയ നിരീക്ഷണങ്ങളിൽ ഒന്നും തന്നെ ഈ പ്രദേശം ഉൾപ്പെട്ടിട്ടില്ല. കാരണം ചാന്ദിനി ചൗക്കോ അതേപോലെ തന്നെ റെഡ് ഫോർട്ടോ ഉൾപ്പെട്ടിട്ടില്ല. നേരത്തെ നടത്തിയ നിരീക്ഷണങ്ങളിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് മയൂർ വിഹാർ ഫേസ് 1-ലെ ചില്ലാ ഗ്രാമത്തിനടുത്തുള്ള റോയുടെ ആസ്ഥാനം, അതേപോലെ തന്നെ കനോട്ട് പ്ലേസ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായ കനോട്ട് പ്ലേസ്, അതേപോലെ മറ്റു RK പുരം, CSF അതിലെ BSFിൻ്റെ കേന്ദ്രങ്ങൾ, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇദ്ദേഹം നേരത്തെ കാറുമായിട്ട് ചുറ്റിക്കറങ്ങിയത് എന്ന് നമുക്ക് NIAയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരം CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ സ്ഫോടനം നടക്കുന്നത് ലൈവായി തന്നെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതും അല്പസമയം നമ്മൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ സ്ഫോടനം ഒരു യാദൃശ്ചികതയിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഒരു ചാവേർ സ്ഫോടനം നടത്തുന്ന രീതിയിലല്ല, ഇടിച്ചുകാറ്റോ അല്ലെ പ്രത്യേക ലക്ഷ്യത്തേക്കോ അല്ല ഈ സ്ഫോടനം നടന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ് ആ രീതിയിലാണ്. എന്താണെങ്കിലും വ്യാപകമായ രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളും അതിന്റെ വിവിധ തലങ്ങളിലൂടെ നടക്കുകയാണ്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.